ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരാളെന്ന നിലനിൽക്ക് 2-3 വർഷമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചിട്ടുണ്ട് ഞാൻ. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ രീതിയിൽ അദ്ദേഹം നമ്മുടെ മഹലിലെ 10-15ഓളം വീട്ടുകാർക്ക് കിറ്റ് കൊടുത്ത് അവരെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ വളരെ പാവപ്പെട്ട മഹലുകളിലൊക്കെ കിറ്റുകളായും മറ്റുള്ള സഹായങ്ങളുമായൊക്കെ അദ്ദേഹം സഹായിച്ചു. ഈ വർഷം അദ്ദേഹം കുഞ്ഞുക്ക പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും ഈ മേഖലയുമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും ഫണ്ട് സ്വരൂപിക്കുകയും ആ ഫണ്ട് സ്വരൂപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മഹലിലെ ഉസ്താദുമാർക്ക് ഒരു സഹായം എന്ന നിലക്ക് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം മൂലം തീരുമാനമാകുകയും ആ സഹായം ഉസ്താദുമാരായ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. ആ ഫണ്ട് നൽകിയത് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ, ഇതാരാണ് നൽകുന്നത്? നിങ്ങൾ മാത്രമാണ് ഈ ഫണ്ട് നൽകുന്നത്, അല്ലെങ്കിൽ ഇതാരൊക്കെയാണ് ഇങ്ങനെ സ്വരൂപിച്ച് തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുസ്ലിമീങ്ങൾ മാത്രമല്ല ഉസ്താദേ, അമുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. വളരെ പാവപ്പെട്ട, അതായത് കുടുംബത്തിൽ പല രോഗികളും പ്രയാസം അനുഭവിക്കുന്ന രോഗികളുള്ള ആ കുടുംബത്തിലെ ആ കുടുംബനാഥന്മാരുണ്ട്. മാത്രമല്ല വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കടം കൊണ്ട് വരുന്ന ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത പൈസയാണ് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് എടുക്കുക, അതിനെങ്കിലും തികയട്ടെ എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഒന്നും അവരാവശ്യപ്പെട്ടിട്ടില്ല. അവരാവശ്യപ്പെട്ടത് നമ്മുടെ മനസ്സറിഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. റമദാൻ 27 രാവിലെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് അറിയുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു പുണ്യരാത്രിയിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. കാരണം പാവപ്പെട്ട എല്ലാ പള്ളികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉസ്താദുമാർക്ക് പാവങ്ങളാണ്. പക്ഷേ നമുക്ക് അറിയാം, ചിലപ്പോ ഒരു പാവപ്പെട്ട ഉസ്താദ്, എൻ്റെ പരിചയത്തിൽ തന്നെ ഒരു ഉസ്താദ്, അദ്ദേഹം മരണപ്പെട്ടപ്പോ ആ മരണപ്പെട്ട ആ വ്യക്തിയുടെ കീശയിൽ ആകെ ഉണ്ടായിരുന്നത് 17 രൂപ മാത്രമായിരുന്നു. വീടിൻ്റെ അദ്ദേഹത്തിൻ്റെ മയ്യത്തിന് വേണ്ടി മറ്റുള്ള ചെലവുകൾ വഹിക്കാൻ പോലും ഉള്ള ഒരു സംഖ്യ, ഒരു സാഹചര്യം കുടുംബനാഥനായ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ദുഃഖസത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറെക്കുറെ ഉസ്താദുമാരൊക്കെ ഈ രീതിയിലായിരിക്കും. അത് കണ്ടറിഞ്ഞുകൊണ്ടതായിരിക്കണം ബഹുമാനപ്പെട്ട കലാംക ഇടപെട്ട് ഈ മഹലിലെ ഉസ്താദുമാർക്ക് അത് നിങ്ങൾക്കൊക്കെ പൊരുത്തമുണ്ടാകും, നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടാകും എന്നുള്ള നിലക്ക് ഉസ്താദുമാർക്ക് കൊടുക്കുന്നതിൽ ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നുള്ളത് നിലക്ക് ആ ഫണ്ട്, ആ ഒരു പൈസ ഞങ്ങൾക്കൊരു സഹായമായി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ദുആ ചെയ്യുകയാണ്, അർഹമറാഹിമായ റബ്ബ് സ്വീകരിക്കട്ടെ. മാത്രമല്ല അദ്ദേഹം മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ നാട്ടിലെ കുറേ ആളുകൾ ചെറിയ പൈസയായിട്ടും വലിയ പൈസയായിട്ടും സക്കാത്തായിട്ടും സ്വതക്കയായും ഹദിയായും അല്ലാത്ത രീതിയിലുമൊക്കെ ധാരാളം സഹായിച്ചിട്ടുണ്ട്. ആരെയും മറക്കാൻ കഴിയില്ല. എല്ലാവരെയും അല്ലാഹു ഞങ്ങളെ സഹായിച്ചവരെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എല്ലാ ഉസ്താദന്മാരുടെയും, ഇവിടെ നിന്ന് കഴിഞ്ഞു പോയ ഉസ്താദന്മാരാണെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും സഹായിക്കുന്നവരെയൊക്കെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അർഹമറാഹിമായ റബ്ബേ, ഒന്നും അല്ലാഹുവേ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. സഹായിക്കുന്നവരൊക്കെ നീ സഹായിക്കണം റഹ്മാനെ. അർഹമറാഹിമായ റബ്ബേ, ഈ വർഷം അദ്ദേഹത്തിന്റെ ചാരിറ്റിയിലൂടെ അദ്ദേഹം പലരെയും കണ്ട് ഉസ്താദുമാരായ ഞങ്ങൾക്ക് വലിയൊരു സഹായം തന്നിട്ടുണ്ട്. അർഹമറാഹിമായ റബ്ബേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ആ കുടുംബങ്ങളിൽ അനുഭവിക്കുന്നുവെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ ഈ സ്വതന്ത്രയുടെ ബർക്കത്ത് കൊണ്ട് ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ആ കുടുംബത്തെ നീ മോചിപ്പിക്കണേ റഹ്മാനെ. ആ കുടുംബങ്ങളിൽ രോഗികളുണ്ടെങ്കിൽ അല്ലാഹുവേ നീ രോഗം ശിഫയാക്കണേ റഹ്മാനെ. കൂടുതൽ സമ്പാദ്യവും കൂടുതൽ സമ്പത്തും തരത്തിൽ അഭിവൃദ്ധിയും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ജോലികളിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ കച്ചവടങ്ങളിൽ, അവരുടെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു ദുആ മാത്രമാണ് ആവശ്യപ്പെട്ടത്. അല്ലാഹുവേ, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരു ദുന്യവിയായ ലാഭവും അവർ ആവശ്യപ്പെട്ടിട്ടില്ല റബ്ബേ. നീ അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകാൻ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു പ്രയാസവും ഇനിയുള്ള കാലം വരുത്തല്ലേ റഹ്മാനെ. അതുപോലെ ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചവരൊക്കെ നീ സഹായിക്കണേ റഹ്മാനെ. അവർക്കൊക്കെ അവരുടെ കച്ചവടങ്ങളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. കൃഷികളിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലികളിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നിങ്ങൾ സഹായിക്കുന്നവരൊക്കെ നീ സഹായിക്കണേ റബ്ബേ. രണ്ട് വീട്ടിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ
ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ജീവിച്ച് കാമിലായ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങൾ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. ഇന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി കിടക്കുന്നത് പരിശുദ്ധമായ റമദാനിൽ നമ്മൾ 27 രാവിൽ ചൊല്ലാറുള്ള